തുറക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. ഇന്നിപ്പോ ഉണ്ണിക്ക് സർപ്രൈസ് കൊടുക്കാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കാണ്. ഇപ്പൊ ആ ഒരു ഫീൽ എന്താ? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പക്ഷെ ഇനിയിപ്പം പബ്ലിക്കലി വരുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് ചിലപ്പോ പുള്ളിക്കാരൻ കുറച്ച് ചോദിക്കുമായിരിക്കും. ഈ എക്സ്പ്രഷൻ ഷൂട്ടുണ്ടോ? എന്താ പോവാ. ഇതിന് വേണ്ടിട്ട് നിന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോവാണ്. ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് ആവും. ഡിസപ്പോയിന്റഡ് ആയി. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. 12th മാനിൽ മാത്രമല്ല, അതും നിങ്ങൾ പെയറായിട്ടൊന്നും അല്ല വന്നിരിക്കണേ. പക്ഷെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഉണ്ണിക്ക് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഉണ്ണിക്ക് പറ്റിയ ഗേളാണ് അനു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ ഉണ്ണി, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു. അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടെങ്കിൽ ആരെങ്കിലും പെണ്ണ് തരുമോ? സ്വാഭാവികം. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരണേ? ചിരി വരും, പക്ഷെ എനിക്ക് കൊറേയായി അതല്ല കെട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. അങ്ങനെയല്ല. ടൈമിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ടക്കേന്ന് കല്യാണം. അയ്യോ, ഫ്രണ്ട്സ് ഒന്നും പറയണ്ട. ഇപ്പൊ പിന്നെ അതും പറയും ആൾക്കാര്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലേ? അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം. എന്തിനു വിടോന്നല്ല, എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടോന്നോ? പോണം. പോയേ പറ്റൂ. എങ്ങനെ അല്ല, അനുവായാലും ഞാൻ വെറുതെ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ ഒരിക്കലും എന്റെ നാട് വിട്ടിട്ട് ഇനി എന്തെങ്കിലും കെട്ടിയാലും ഒറ്റപ്പാലം വരെ വേണമെങ്കിൽ കെട്ടില്ലാന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയാതിരിക്കാ പറഞ്ഞേ. നമ്മളിവിടെ ഒരു നോ ബോർഡ് പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റപ്പാലത്ത് 4 കിലോമീറ്റർ അപ്പുറത്താ. ഞാൻ വേണമെങ്കിൽ വരെ ബ്രിഡ്ജ് പണിയും. നോ എൻട്രി. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഒരു ദിവസേ എന്റെ ഒരു ഓഫീസ് അവിടെ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വീട് പണിയുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു വീഡിയോ, അപ്പൊ ഞാൻ ഏത് വീഡിയോ ആരോ സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഫ്ലാറ്റിൽ നിങ്ങളുടെ വീട് കാണാൻ. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടേ. നിങ്ങൾ അവിടെ റോഡിൽ നിന്ന് എന്ത് കാണിച്ചാലും എനിക്കറിയാം. ഇനിയിപ്പോ ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ പണി വീട് പണി തുടങ്ങുകയും ചെയ്തു. മാറ്റാനും പറ്റൂല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.